നമസ്കാരം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. കളവേണൂരവകളായ നീല കമലാചുംബനലംബടോതിരമ്യ അളിവോ ദൈവാരവിന്ദൻ മധ്യേ രമതാമഹ്യതി ദേവകീ കിശോരാ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം 4-ാം സർഗത്തിലെ 41-ാമത്തെ ശ്ലോകം വരെ ചൊല്ലിക്കഴിഞ്ഞു. ഇനി 42-ാമത്തേത് തൊട്ട് ചൊല്ലാം. വിരിഞ്ചൻ, അതായത് ബ്രഹ്മാവിന് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നതായിരുന്നു ഇതിൽ മുൻപിലുണ്ടായിരുന്ന ഇതിൽ ശ്ലോകങ്ങളിലൊക്കെ ചൊല്ലിയത്. ഭഗവാന്റെ മായകൾ, ഗോക്കളെ പുനഃസൃഷ്ടിക്കൽ, അങ്ങനെ ഓരോരോ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി 42-ാമത്തെ. അതു കണ്ടു വിരഞ്ഞു നിന്നനേകം സ്തുതി ചെയ്താനതിഭക്തനാം വിരിഞ്ചൻ. അതായത് വിരിഞ്ചൻ വണങ്ങി നിന്നിട്ട് ഭഗവാന്റെ അതായത് സ്വരൂപം കണ്ടിട്ട്, ഭഗവാന്റെ ശംഖചക്ര ഗദാപത്മങ്ങളും സർവാഭരണഭൂഷിതനായിട്ടുള്ള ഭഗവാനെ കണ്ട് ഭഗവാൻ ഭഗവാൻ വണങ്ങി നിന്ന്, ബ്രഹ്മാവ് വണങ്ങി നിന്ന് ഭഗവാനെ സ്തുതി ചെയ്തു. ആ വിഷ്ണുരൂപം കണ്ട അതിഭക്തനായ ബ്രഹ്മാവ് വണങ്ങി നിന്ന് സ്തുതിച്ചു. അജരങ്ങൾ ചരങ്ങളായതും നീ, അജല ബ്രഹ്മവിലാസമായതും നീ, ക്വചനസ്ഫുടരൂപനായതും നീ, ക്വചിതപ്യസ്ഫുടരൂപനായതും നീ, പശുപക്ഷി മൃഗാദിജാതിഭേദം വശമാക്കി ബഹു വിസ്തരിപ്പതും നീ, ബഹുമാർഗഗതങ്ങളായതെല്ലാം ബഹുദാ കുത്രചിതസ്തമാക്കുവോ നീ. ഭഗവാനെ സ്തുതിക്കുകയാണ് ബ്രഹ്മാവ്. സ്ഥാവരങ്ങളും ജംഗമങ്ങളും നീ തന്നെയാണ്. നിശ്ചല ബ്രഹ്മത്തിൻ്റെ വികാസരൂപമായതും നീയാണ്. ഒരിടത്ത് സ്പഷ്ടമായ രൂപത്തോടുകൂടി വിളങ്ങുന്നതും നീ തന്നെയാണ്. ചില ദിക്കിൽ അസ്പഷ്ടമായ രൂപത്തോടുകൂടി സ്ഥിതി ചെയ്യുന്നതും ഭഗവാനെ നീ തന്നെയാണ്. പശുക്കൾ, പക്ഷികൾ, മൃഗങ്ങൾ മുതലായ വ്യത്യസ്ത ജാതിധർമ്മത്തെ തന്നിലാക്കി അവയെ പല മാർഗങ്ങളിലും പല പ്രകാരത്തിലും സ്ഥിതി ചെയ്യുന്ന പ്രപഞ്ച വസ്തുക്കളെയെല്ലാം ഒരിടത്ത് അസ്തമിപ്പിക്കുന്നതും നീ തന്നെയാണ് എന്ന് പറയുകയാണ്. ജഡരേ സചാരചരപ്രപഞ്ചം ദൃഢമാക്കി സ്ഫുടതുംഗഭംഗിയോടെ പ്രളയാംബുധി ചേർന്നു യോഗനിദ്രാമുളവാക്കുന്നതും ഇന്ദിരാപദേ നീ. വയറ്റിൽ അംബുധി പറയുമ്പോൾ സമുദ്രം, പ്രളയകാലത്ത് ചരാചരാത്മകമായ പ്രപഞ്ചസത്തയെ ഉദരത്തിൽ ദൃഢമായി വഹിച്ച് ആ ജലത്തിൽ കിടന്ന അതിഭംഗിയിൽ യോഗനിദ്ര ചെയ്യുന്നതും അല്ലയോ ഇന്ദിരാവല്ലഭ, നീ തന്നെയല്ലേ. ജനനം മരണം വിപത്തു സമ്പത്ത് അഭിമാനം പരിഭൂതി ഭൂതിലാഭം അതിദുർഘടമായ മായ കൊണ്ടുള്ള അതിവിഭ്രാന്തി വരുത്തുമീശ്വരൻ നീ. പരിഭൂതി പറയുമ്പോൾ അപമാനം എന്നാണ് പറയുക. ഭൂതിലാഭം പറയുമ്പോൾ മേന്മ. ഏറ്റവും ദുർഘടമായ മായ കൊണ്ട് ജനനം, മരണം, ആപത്ത്, സമ്പത്ത്, അഭിമാനം, പരാജയം, ഐശ്വര്യം, ലാഭം എന്നിങ്ങനെയുള്ള അതിഭ്രമരൂപത്തിലുള്ള സങ്കല്പങ്ങളെ ഉണ്ടാക്കുന്ന ഈശ്വരനും നീ തന്നെയാണ് എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് സ്തുതിക്കുകയാണ്.
ഫലമൊന്നു കുഴിച്ചു മണ്ണിലിട്ടാൽ പല കൊമ്പും കവരങ്ങളും വിളങ്ങും. ചില പൊട്ടിമറിഞ്ഞു വീഴുമപ്പോൾ ചില വർദ്ധിച്ചു ഫലങ്ങളും പൊഴിക്കും. അതു നേരമൊരഗ്നി വന്നു പറ്റി സ്ഥിതമായുള്ളതു വെന്തു ഭസ്മമാകും. അതുപോലെ സമസ്ത ജന്തുവർഗസ്ഥിതിയും നാശവുമീശ നിൻ പ്രഭാവാൽ. പൊഴിക്കുക പറയുമ്പോൾ ചൊരിയുക, സ്ഥിതം നിലവിലുള്ളത്, സമസ്തം എല്ലാം, പ്രഭാവം പറയുമ്പോൾ മഹിമ. ഒരു കായ മണ്ണിൽ കുഴിച്ചിട്ടാൽ അത് മുളച്ച് ആ മുളയിൽ പല കൊമ്പുകളും കവരങ്ങളും ഉണ്ടാകും. കവരം പറയുമ്പോൾ അതായത് ചില്ലകൾ ഉണ്ടാവും. അവയിൽ ചിലത് പൊട്ടിമറിഞ്ഞ് വീഴും, ചിലത് നശിക്കും, ചിലത് വളർന്ന് വലിയ വന്ന അതിൽ ഫലങ്ങൾ ഉണ്ടാവും. ആ അവസരത്തിൽ ഒരു തീ വന്നു പറ്റിയുള്ളതെല്ലാം വെന്ത് ഭസ്മമായി പോകും. അതുപോലെയാണ് സമസ്ത ജന്തുവർഗത്തിൻ്റെ നിലനിൽപ്പും നാശവും. അല്ലയോ ജഗദീശ്വര, എല്ലാം അങ്ങയുടെ ഇച്ഛയനുസരിച്ചാണ് ഉണ്ടാകുന്നത് എന്ന് പറയുകയാണ്. ഞാനറിയാതെ കണ്ടു ചെയ്തോരപരാധം സകലം ക്ഷമിക്ക വേണം. ഉപകാരവിധാനയോഗ്യനാം ഞാൻ അപകാരം തവ ഹന്ത ചെയ്തു പോയേൻ. അല്ലയോ ഭഗവാനെ, ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അറിയാതെ കണ്ട് ചെയ്തു പോയ എല്ലാ അപരാധവും ക്ഷമിച്ചു കൊള്ളണമേ. അങ്ങയ്ക്ക് ഉപകാരം ചെയ്തു തരേണ്ടവനായ ഞാൻ വളരെ അപകാരങ്ങൾ ചെയ്തു പോയി, കഷ്ടം എന്ന് പറയുകയാണ് വിരിഞ്ചൻ. അവതാരമിതെത്ര ശക്തിയുണ്ടെന്നറിവാനീ മറിമായമാചരിച്ചേൻ. ചെറുതല്ല ഭവാനതെന്നിതാനീം അറിയുന്നേനവരം ഗ്രഹിച്ചുകൂടാ. ഈ അവതാരത്തിന് എത്ര ശക്തിയുണ്ടെന്ന് അറിയുവാൻ വേണ്ടിയാണ് ഞാനീ മറിമായം ചെയ്തു പോയത്. ഭഗവാന് ആ ശക്തി ചെറുതല്ല എന്നിപ്പോൾ ഞാൻ അറിഞ്ഞിരിക്കുന്നു, മറ്റൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്നെല്ലാം പറഞ്ഞ് ഭഗവാനെ സ്തുതിക്കുകയാണ് ബ്രഹ്മാവ്. ഇന്ന് ഇവിടെ വെച്ച് നിർത്താം. മധുരിപുചരിതം മനോഭിരാമം മധുരപദാകലിതം മണിപ്രവാളം മതികമലവിലാസഹേതുഭൂതം കതിപയസർഗമിതം കരോമി കാവ്യം. എല്ലാവരും മണിപ്രവാളം ഭക്തിയോടെ കേൾക്കുക, ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. അതോടൊപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും ഭഗവാൻ നല്ലത് വരുത്തട്ടെ.